നമസ്കാരം. അങ്ങനെ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം എവരിവൺ. ആൻഡ് നൗ യു ആർ വാച്ചിങ് അമൃതവേണി ഹെയർ എലിക്സർ സ്റ്റാർ മാജിക്. ഉർവശി ചേച്ചി, ഇങ്ങനെ പോണു സ്റ്റാർ മാജിക്കിലെ നമ്മുടെ ജേർണി? സൂപ്പറായി, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ചിരിച്ചതല്ലാതെ ഫോർ ദ നെക്സ്റ്റ് സർപ്രൈസ് കണ്ടാലോ? പട്ടി അടിച്ചെന്നു എന്റെ പെട്ടി ആരെന്റെ പെട്ടി കൊണ്ട് ഫ്ലോറിന്റെ ബാക്കിൽ കൊണ്ടുവച്ചത്? ഞങ്ങളാരുമല്ല. എന്റെ പെട്ടി ഇനി ആരെങ്കിലും എടുക്കുമെങ്കിൽ ഞാനേ ഭദ്രാളിയാവും. ഭദ്രാളിയോ? ആ, അതാരാ? കായും കൂടി ഉണ്ട്, ഭദ്രകാളി. ഇത് ആരാ മാറ്റി വെച്ചെന്ന് ആരാ? ഇതിന്റെ പ്രൊഡ്യൂസറാണ്. നീ ഇത് കളിക്കാതിരിക്കാൻ വേണ്ടി സംശയം. നീ അല്ലേ മാറ്റി വെച്ചത്? ഞാനോ? ആണ്. അയ്യോ ചേച്ചി ആദ്യമായിട്ട് കണ്ടോല്ലോ. ചേച്ചിയല്ലേ? അയ്യോ ചേച്ചി, ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ശരിക്കും പെട്ടിക്കകത്ത് എന്തോ അത് കടിഞ്ഞൂൽ കല്യാണത്തിന് ചേച്ചിക്ക് വിലപ്പെട്ട ഒരു പെട്ടി ഉണ്ടായിരുന്നില്ലേ? ഇതുപോലത്തെ ഒരു പെട്ടി ഉണ്ടായിരുന്നില്ലേ? ആ പെട്ടി എന്റെ പെട്ടിയാ ഇത്. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പെട്ടി. മാവേലെറിഞ്ഞ കല്ലുണ്ടോ? ഞാൻ കാണിച്ചുതരാം. അന്ന് കാണിക്കുക എന്തോന്ന് പറ. ചേച്ചി വരുമ്പോ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇരിക്കുന്നു. ഇരുന്ന് തുരുമ്പിച്ച തുറക്കണില്ല. ഹാർമോണിയം വായിക്കും പോലെ ഇരിക്കുന്നത്. കറക്റ്റ് ഉർവശി ചേച്ചി ഒക്കെ ഒരു ഇത്തിരി കൂടിപ്പോയെന്നു. ഇനി തത്തമ്മ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാ അതുപോലെ എല്ലാം ഉണ്ട്. എനിക്ക് വയ്യ. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അത്രേ ആദ്യത്തെ പല്ല് വന്നത്. അപ്പം തേച്ച ബ്രഷായത്. അത് ചേച്ചിക്ക്. ഇതങ്ങനെയല്ല. എന്റെ അച്ഛൻ എനിക്ക് പല്ല് വരുന്നതിന് മുന്നേ മേടിച്ചു തന്ന ബ്രഷാ. ഇതുവരെ പല്ല് തേച്ചിട്ടില്ല. വന്നതിന് ശേഷം പിന്നെ ഇതിന്റെ ഉപയോഗം ഉണ്ടായിട്ടില്ല. ചുമ്മാ പറയുന്നതാ ചേച്ചി. ദീർഘവീക്ഷണമുള്ള അച്ഛനടി. പല്ല് വയ്ക്കും. ഈ പൊട്ടന്മാര് വെറുതെ പറയുന്നതാ. മാവിന്റെ ഇല വെച്ച് വലിക്കുന്നതാണോ പല്ല് തേപ്പ് എന്ന് പറഞ്ഞത്? എന്താ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങോട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് എന്റെ പാൽപ്പല്ല്. പാൽപ്പല്ല് ആദ്യം വരുന്ന പല്ലല്ലേ? അല്ല, ഇത് ഞാൻ പാല് കട്ടി പിടിച്ചോണ്ടിരുന്നപ്പോ എന്റെ അച്ഛൻ പല്ലിനിട്ട് അടിച്ചു തന്നു. അങ്ങനെ വന്നതാണ് പാൽപ്പല്ല്. അടിപൊളി, സൂപ്പർ. ഇവക്കാണെങ്കിൽ റബ്ബർ പാലായിരിക്കും. പക്ഷെ വായിലിരിക്കണൊക്കെ സെറ്റുമല്ല. എന്താ ഇഞ്ചി ചേമ്പ് ഒഴുകിയതോ? ചേച്ചിക്ക് ഓർമ്മയുണ്ട് ഇത് എന്താണെന്ന്? മൂത്രത്തിൽ കല്ലാണോ? ലക്ഷ്മിക്ക് മനസ്സിലായത് എന്താണ്? ഉല്ലാസത്തിന്റെ മൂത്രത്തിൽ കല്ല് ഇത്രയും കാണും. എറിഞ്ഞത് ഇവ കൊണ്ടത് എനിക്കാണല്ലോ. കല്ല് മനസ്സിലായി. അത് ഇതാരെ എറിഞ്ഞതാ? ഞാൻ മാവേലാ എറിഞ്ഞത്. ഇത് മാവിൽ എറിഞ്ഞല്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വലിയ സ്റ്റേജില് വലിയ പ്രോഗ്രാം ചെയ്യണമെന്ന്. അങ്ങനെ ആ സ്റ്റേജിൽ വലിയ പ്രോഗ്രാം ചെയ്ത് ആദ്യം കിട്ടിയ സമ്മാനമാണ് എനിക്കിത്. ചേട്ടന്മാർക്ക് എല്ലാവർക്കും ഉണ്ട് ഇതുപോലത്തെ കല്ലുകൾ. നിറച്ചു വെച്ചിരിക്കുക ഓരോ സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത്. ഇവിടെ ഒരു സാധനം ഇവക്ക് കിട്ടാത്ത എന്റെ കൈ കിട്ടി. ചേച്ചി കാണണോ? വേണ്ട. ഇവിടെ കഴിഞ്ഞ എപ്പിസോഡില് ഇവള് ഗെയിം കളിക്കുന്നതിനിടയിൽ തലയടിച്ച് വീണായിരുന്നു. അപ്പൊ ചെവി വഴി വീണതാണിത്. കളിമണ്ണ്, തലേന്നുള്ള ഒരു പീസ് കളിമണ്ണ് അതും എടുത്ത് സൂക്ഷിച്ചു വെച്ചു. ചേച്ചി പുതിയ കോമഡി ഒന്ന് ചിരിച്ചുവിട്. ഉല്ലാസേ, ഈച്ചും പേച്ചും ഇല്ലാത്തതാ. എന്നെ കുറച്ചല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉല്ലാസിന്റെ തലയിലാണ്. വല്ല കാര്യമുണ്ടോ? ഞാൻ കുഞ്ഞിലെ ചെറുതായിരുന്നു. ഇപ്പൊ പിന്നെ 6 അടി 7 അടി പൊക്കം ഉണ്ട്. അതുകൊണ്ട് പിന്നെ സമാധാനിക്കാം. എന്റെ അച്ഛനും അമ്മയും ഓരോ ദിവസവും എന്റെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി. അതേ നോക്കി ബുദ്ധി വളരണമെന്ന് അവര് നോക്കിയിട്ടില്ല. അത് നോക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കാണിക്കാവില്ലായിരുന്നു. അവര് വളരുന്നുണ്ടോ നോക്കിയിരുന്ന് 20 വയസ്സായിട്ടും കൈയും വളർന്നില്ല കാലും വളർന്നില്ല ഞാനും വളർന്നില്ല. 35 കള്ളം പറയാം. എന്റെ അച്ഛൻ വാങ്ങിച്ചു തന്ന ചെരുപ്പാണിത്. കൊള്ളാല്ലേ? സൂപ്പർ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? നിനക്ക് എങ്ങനെയാ സാധിക്കുന്നത്? ചെരുപ്പിന്റെ അടിഭാഗം ഒന്ന് കാണിച്ചേ. ടക്കിയിലടിക്കുന്ന ഗ്ലാസ് ഓൾറെഡി. ചേച്ചി ഇനിയുണ്ട്, കാണിക്കട്ടെ. ചേച്ചി വന്നു പോയില്ലേ, സഹിച്ചല്ല പറ്റൂ. കാണിക്കും. അയ്യടാ കുഞ്ഞുടുപ്പ്.
ഈ സ്കിറ്റ് കഴിയുമ്പോൾ ലക്ഷ്മി ചോദിക്കും ആങ്കർ ഞാൻ കൊടുക്കരുതേ. ചേച്ചി ചില സമയങ്ങളിലൊക്കെ സ്റ്റാർ മാജിക്കിൽ കുട്ടിത്തം കാണിക്കാൻ വേണ്ടി ഇതെടുത്തിടാറുണ്ട്. ആ അത് നല്ലതാ. താഴെ കൂടെ എന്തെങ്കിലും ഇടണം. ഇനി നിങ്ങളെല്ലാരും കാണിക്കാൻ വേണ്ടി ഞാൻ വേറൊരു സാധനം കാണിച്ചു തരട്ടെ. എന്നാടി ഓ കാണിക്കൂട്ടി. പുഷ്പയിലെ പാട്ടോ. അല്ലു അർജുന്റെ മൂവ്മെന്റ് എന്ത് രസമായിട്ട് ചെയ്തു നീ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഐറ്റം ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇനി ചേച്ചി വാങ്ങിക്കുമ്പോ ഒന്ന് വന്നപ്പോഴേ അതങ്ങ് ചെയ്ത് പോവായിരുന്നു. പോയിട്ട് വരാം. എന്തോച്ചേ ഇനി ഞാൻ ചേച്ചിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കാണിച്ചു തരട്ടെ. ഓ. നിങ്ങൾ കാണിച്ചു തരട്ടെ. പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ കാണിച്ച ദാ ഇരിക്കുന്ന കിഴങ്ങന്മാരാ. ഇവിടെ ഉണ്ട് കണ്ടോ, ഇതാണ് കിഴങ്ങന്മാർ. ഇവിടെ അച്ഛൻ എന്നെ ഏൽപ്പിച്ച ഒരു സാധനം ഞാൻ കാണിക്കാം. ഓ ശരിയായി. ഇവക്ക് 15 വയസ്സുള്ളപ്പോ ഇവിടെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചാണ്. 35 വയസ്സാവുമ്പോ ഇതുകൊണ്ട് നിനക്ക് ഉപയോഗം വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഓ അപ്പൊ അവൾ അന്ന് അച്ഛൻ പറഞ്ഞതിന്റെ സൂചന ഇന്ന് ഞാൻ ഇവിടെ കണ്ടു. ഇത് പ്രയോഗിക്കേണ്ട ദിവസം ഇന്നാണ് എനിക്ക് തോന്നുന്നു. അത് ഇന്ന് ആ സുദിനമാണ്. ഇത് പ്രയോഗിക്കേണ്ട സുദിനമാണ്. ഒന്നുമില്ല, പോകാൻ പാ. അത് പുള്ളിയുടെ പഴയ അരിഞ്ഞാണോണ്. എന്നാ പിന്നെ കാലിൽ കൂടെ കെട്ടിക്കോ. അതിന് സാധാരണ ആനയുടെ കാലില കെട്ടുന്നത്. പറ്റിയൊരു കൂട്ട് തന്നാ പോരെ. വാ. എളുപ്പല്ല. നിങ്ങളെ ഒക്കെക്കാൾ വമ്പത്തി അവളാണ്. നിർത്താൻ പറ്റൂല സ്റ്റേജിൽ അവളെ. നിങ്ങളെല്ലാവരും ഇതുപോലെ 4 കമന്റ് കേട്ടാൽ പിന്നെ? ഉള്ളിലെങ്കിലും അപ്സെറ്റ് ആവും. പിന്നെ ഞാനൊക്കെ ഉണ്ടല്ലോ പറയുവാൻ പോലും വേണ്ട. അവക്ക് വായി തോന്നുന്ന അവള് വിളിച്ചു പറയും. ഒരു ബിഹൈൻഡ് സ്റ്റോറിയും കൂടെ പറയട്ടെ. ഒരു കൃത്യം ഒരു 10 മിനിറ്റ് നമ്മുടെ ഈ ഒരു പ്ലേ പോയിട്ടുണ്ടാവല്ലോ. ആ ബാക്ക് സ്റ്റേജിൽ നിന്നിട്ട് കരച്ചിലായിരുന്നു. ചേച്ചി ചെയ്യാൻ പറ്റുമെന്നുള്ള ടെൻഷൻ എനിക്ക് ആകെ, ഞാൻ എല്ലാം മറന്നുപോയി. അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ ഞൊടിയിടയിൽ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്തത് കേട്ടോ. അതാ പറഞ്ഞത്, ആ ഒരു ധൈര്യത്തിന് ആദ്യം ഒരു ക്ലാപ്സ് കൊടുക്കണം എല്ലാരും. അവക്ക് വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ആ സ്കിറ്റ് അവളെ കൊണ്ട് മനോഹരമാക്കാൻ പറ്റുന്നത്ര മനോഹരമാക്കി ഒച്ച സമ്മതിച്ചിരിക്കുന്നു. ഈ കൂട്ടത്തില് നീയാണ് മിടുക്കി. അടിപൊളി. പോരെ പ്രേക്ഷകരും അതുപോലെ തന്നെ ഉർവശി ചേച്ചി എല്ലാവർക്കും ഇഷ്ടമായി. ഓഡിയൻസിനും ഇഷ്ടമായെങ്കിൽ കൈയടിക്കാം. അപ്പൊ അടിപൊളി. പിന്നെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തെങ്കിലും ഇത് ഞങ്ങളുടെ അഭിനയം മാത്രമല്ല, ഞങ്ങൾ കുറച്ച് റിയാലിറ്റിയിൽ ഇത്തിരി തന്നെയാണ്. പക്ഷെ അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇത്ര ഇഷ്ടം. മതി, അതുവരെ ഉള്ളൂ. നമ്മുടെ നിഷ്കളങ്കതയൊക്കെ അതുവരെ ഉള്ളൂ. ഒരുപാട് ബൗദ്ധിക തലത്തിലൊക്കെ സഞ്ചരിച്ച് വരുമ്പോ വയസ്സായി പോകും. ഇങ്ങനെയൊക്കെ വന്നാൽ മതി. അപ്പൊ പിന്നെ ആയില്ലെന്നാ ഉണ്ടാവത്തില്ല, ഈഗോ വരത്തില്ല. അതെ. സ്റ്റാർ മാജിക്കിന്റെ കളരിയിൽ ഇതൊക്കെ തരണം ചെയ്തു വരുമ്പോൾ ഒരു പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കാണാം. സ്റ്റാർ മാജിക്കിൽ ഏത് ടൈപ്പിലുള്ള കൗണ്ടർ അടിക്കും? ആഹാ, ഒരു കുരുവിയും പല്ലിയും കിടന്ന് അടി ഉണ്ടാക്കുന്നു. ഈ സാധനം സ്റ്റാർ മാജിക്കിൽ ഏത് മാടിക്ക്? നിന്റെ മാടിക്ക് ഇപ്പൊ അടി. ഒരു സാധനം കളിച്ചു കയറ്റാനുള്ള നിന്റെ പേറ്റ് നോവ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ ഗർഭിണിക്കാരാ. എന്നാ പ്രസവിച്ചാട്ടെ. കലുങ്കമ്മ കയറി കമന്റ് അടിക്കാൻ നിൽക്കുക തെണ്ടി പരീക്ഷകൾ. സുഖേട്ടാ, എവിടേക്ക് ഞാൻ അന്വേഷിച്ചു? എന്തിനാ കാഞ്ചന നീ അന്വേഷിച്ചത്? ഞാൻ ഉള്ളോടത്ത് വന്ന് നീ അന്വേഷിക്കണ്ട. സുഖേണ്ട ഒരു തമാശ. അതെ, സുഖേട്ടന് ജോലിക്ക് പോണ്ടേ? ഞാൻ എല്ലാരോടും പറഞ്ഞേക്കുന്നത് സുഖേട്ടൻ വലിയ എഞ്ചിനീയർ ആണെന്നാ. എന്താ കാഞ്ചന, നിന്റെ ഈ ഒടുക്കത്തെ പൊങ്ങച്ചം കാരണം ഈ വർഷം 3ാമത്തെ വാടക വീട്ടിലേക്കാണ് നമ്മൾ താമസം മാറിയത്. അത് നീ മനസ്സിലാക്കണം. അതിനിപ്പോ എന്താ? അതെ, കോളനിയിലെ ഞാൻ എല്ലാരോടും പറഞ്ഞേക്കുന്നത് സുഖേട്ടൻ വലിയ കൗണ്ടർ കിങ് ആണെന്നാ. കൗണ്ടർ കിങ് ആണത്ര കൗണ്ടർ കിങ്. എത്ര നാളായി വായിക്ക് രുചിയായിട്ട് 2 കൗണ്ടർ അടിച്ചിട്ട്. അത് നീ മനസ്സിലാക്കണം. സുഖേട്ടന് കൗണ്ടർ അടിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ? എന്തിനാ വെറുതെ വല്ല ചാനലിലും ചെന്നിട്ട് നാട്ടുകാരെ കൂടെ അറിയിക്കുന്നത്? കാഞ്ചന, എന്നെ ഇൻസൾട്ട് ചെയ്യാനാണോ വെറും വയറ്റിൽ നീ ഇങ്ങോട്ട് വന്നത്? വന്നേ പറയട്ടെ. അതെ, സുഖുവേട്ടനെ സ്റ്റാർ മാജിക്കിന്ന് കുറച്ച് ദിവസം ലീവ് എടുത്താൽ എന്താ? നിന്റെ ഈ പൊങ്ങച്ചം കാരണം നിന്റെ വാക്ക് കേട്ട് സ്റ്റാർ മാജിക്കിന്ന് 3 മാസം ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതൊക്കെ വിട്. സുഖുവേട്ടനെ എനിക്ക് ഇപ്പൊ ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. സുഖുവേട്ടൻ വല്ലാണ്ട് മെലിഞ്ഞു പോയി. എങ്ങനെ മെലിയാതിരിക്കും? സ്റ്റാർ മാജിക്കില് നല്ല കൗണ്ടർ അടിക്കണമല്ലോ എന്ന് ഓർത്തോർത്ത് ടെൻഷൻ അടിച്ച് ക്ഷീണിച്ചു പോയതാണ് കാഞ്ചന. ഞാൻ ക്ഷീണിച്ചു പോയതാണ്. ക്ഷീണം മാത്രമല്ല, നല്ല കറുത്തും പോയി. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ നല്ല വെളുത്തിട്ടായിരുന്നേ. നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴല്ല വെളുത്തത്, നിന്നെ കെട്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് വെളുത്തത് എൻ്റെ കുടുംബം.
സുഖുവേട്ടനെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ സുഖുവേട്ടനെ കാണാനേ സിനിമയില് മമ്മൂട്ടി പോലെ ഇരുന്നേ. പക്ഷെ നാട്ടുകാർ പറയണത് എന്നെ കാണാൻ സിനിമയിലുള്ള സത്യൻ മാഷായിട്ടാന്നാ നാട്ടുകാർ. അയ്യോ അല്ല, മമ്മൂട്ടി തന്നെയാ. എന്നെക്കാളും പൊക്കമല്ലേ സിനിമാ നടൻ മമ്മൂട്ടിക്ക്? ആ ഒരൊറ്റ കുറ്റം മാത്രമല്ലേ ഉള്ളൂ. നിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. സുഖുവേട്ടനെ ദേ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോ കൃത്യം മമ്മൂട്ടി തന്നെ. ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവർക്ക് ആർക്കാവില്ല മക്കളെ. ശരിക്കും നിക്ക്. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോ കൃത്യം മോഹൻലാല് തന്നെ. എന്തോ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ടീന്ന് നോക്കുമ്പോ പറയൂ, അത് കേൾക്കാൻ എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. ഫ്രണ്ടീന്ന് നോക്കുമ്പോഴേ കൃത്യം പിനി അടിമാലി. എന്റെ പൊന്നടാവേ, അതുകൊണ്ട് കളഞ്ഞല്ലോ അത്. കാഞ്ചന, ഞാൻ നിന്നെ പുകഴ്ത്തി സംസാരിക്കുകയാണെന്ന് നീ കരുതരുത്. നീ ഇപ്പൊ ഈ കാണിച്ചതുണ്ടല്ലോ, ഫ്രണ്ടിലിരിക്കുന്ന യഥാർത്ഥ കാഞ്ചനയോടുള്ള വലിയ വഞ്ചനയാണ് കാഞ്ചന, വഞ്ചന. അയ്യോ സത്യമാണോ ചേട്ടാ? ചെറുക്കും ഫ്രണ്ടിലിരിക്കുന്ന ശരിക്കും കാഞ്ചനയോട് ചോദിക്കാം, ഇത് വഞ്ചനയാണോ? അത് വഞ്ചനയൊന്നുമല്ല, അടിച്ച് കേറുകയാണല്ലോ. ചേച്ചി നന്നായിരുന്നു ബിനു. നമ്മൾ എന്താണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തതെന്ന് ഒരു പ്രഡിക്ഷൻ നമുക്ക് പലപ്പോഴും കിട്ടും, അവസാനം എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇതിലും അങ്ങനെയൊന്നും തോന്നിയില്ല. ഇതിലേക്കാണ് വരുന്നതെന്ന് ഒട്ടും മനസ്സിലായില്ല. പിന്നെ ശരിക്കും ഇക്ക ഇല്ലാതെ ചേർക്കുന്ന ശ്രീനിയേട്ടൻ്റെ ആ ഒരു മാനറിസം വളരെ ചെറുതാണെങ്കിലും നല്ല തൃപ്തിയായിരുന്നു. താങ്ക് യു ഉർവശി ചേച്ചി. സ്റ്റാർ മാജിക് ടീമിന്റെ ഭാഗത്തുനിന്ന് ചേച്ചി വന്നതുകൊണ്ടുള്ള നമ്മുടെ സന്തോഷം എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ ഓരോ അറ്റംപ്റ്റുകളാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചീനെ ഞങ്ങൾ എന്തൊക്കെ കാണിച്ച് സന്തോഷിപ്പിക്കാം. എനിക്ക് ഹൃദയവും നിറഞ്ഞു, എല്ലാം നിറഞ്ഞു. കാരണം നമ്മൾ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കുറേ ആൾക്കാർ, അവർ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അത് എനിക്ക് സന്തോഷമുള്ള രീതിയിലേ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ ഇത് അതിലൊക്കെ അപ്പുറത്തായി. എനിക്ക് വന്നിട്ട് എല്ലാവരോടും ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു. ശരിക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. We welcome you to Star Magic. ചേച്ചി, പുതിയ കുറെ വിശേഷങ്ങളുണ്ടല്ലോ. ഉള്ളൊഴുക്ക് അതിലൊരു വിശേഷമാണ്. ആ ഒരു സിനിമയിൽ വളരെ പ്രാധാന്യമുള്ളൊരു ഇൻസിഡന്റും ഒരു സംഭവം ഉണ്ട്. ശരി. വേറെ സംഭവം, നമ്മളൊക്കെ റിയാലിറ്റി ഷോയിലൂടെ ഞങ്ങൾ വന്ന ഒരു കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞ ആള് കൽപ്പന ചേച്ചി. അതെ, എല്ലാവരുടെയും പേര്. അയ്യോ, അത് എത്ര സ്കിറ്റ് നന്നായാലും സന്തോഷമാണ്, മോശമായാലും വേണം. എത്ര നല്ല സിനിമകൾ പൊട്ടിപ്പോണു വരും, അതൊന്നും പേടിക്കണം, നമുക്ക് അടുത്തതിൽ പിടിക്കാം എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയൊരു കലാകാരിയായിരുന്നു. 11:30 ഒരു ഗുളിയുണ്ടായിരുന്നു, അത് കഴിച്ചു. അത് തന്നെയല്ല ചേച്ചി, അത് കൊടറാടാ, മുട്ടിന് തേയ്മാനമുണ്ട്, ചിരട്ട മാറ്റി വെക്കണമെന്ന് പറഞ്ഞേക്കുക. ഇവൻ എന്നിട്ട് ഒരു ചാക്ക് ചിരട്ട ഡോക്ടറെ അടുത്ത് പോയാണ്. അത് അടിമാലി പറഞ്ഞൊരു കാര്യമുണ്ട്. ഉറുസ് ചേച്ചി ആയാലും കൽപ്പന ചേച്ചി, പിന്നെ കൽപ്പന ചേച്ചി, മഞ്ജു ചേച്ചി, ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ പറഞ്ഞിട്ട്, പക്ഷെ അവിടെ പേരെടുത്ത് അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ് ചേച്ചി. ഒരാളിന്റെ ഐഡന്റിറ്റി അല്ലേ അയാളുടെ പേര്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, ഇത്രയും ഒരു സീനിയർ ആർട്ടിസ്റ്റ് കുറച്ചൊക്കെ ജാടയെ കൂടെ ചേച്ചിയുടെ ആ ഒരു സിംപ്ലിസിറ്റിയുടെ ആ ഒരു സീക്രട്ട്. ദേവനൊക്കെ തിരുവനന്തപുരത്തേക്ക് കയറിയിട്ട് KSRTC ബസ്സിൽ കയറിയിട്ട് ബിസിനസ് ക്ലാസ്സിൽ എന്ന് ചോദിക്കണവനാണ്. അത്രയ്ക്ക് ജാടവൻ. ചേച്ചി ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യം എന്താ? ലോകത്ത് ഏത് ജോലിയേക്കാളും ഏറ്റവും ഉന്നതമാണ് കലാരംഗം എന്നുള്ളത്. സിനിമ തന്നെ എടുക്കാം. എന്താ പറയുക, ഒരു സമ്പടത്തിൽ ചോറ് കെട്ടിക്കൊണ്ട് പോയി നമ്മൾ പോയിരുന്ന് ഉച്ചയ്ക്ക് കഴിച്ച് സ്വന്തം ചെലവിൽ പോയി ബസ്സിലോ കാറിലോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പോകുന്നു, അവിടെ പോകുന്നു, നമ്മുടെ ജോലി ചെയ്യുന്നു, ബസ് കാത്ത് നിന്ന് വരണമായിരിക്കും, അല്ലെങ്കിൽ വണ്ടിയിൽ വരണമായിരിക്കും. എന്നിട്ട് മാസം തികയുമ്പോൾ നമുക്ക് ആ ശമ്പളം കിട്ടും. മുൻകൂട്ടി അഡ്വാൻസും തന്ന് നമുക്ക് താമസ സൗകര്യവും തന്ന് യാത്രാ ചെലവും തന്ന് ചായയും കാപ്പിയും ഡിമാൻഡ് ചെയ്യുന്നതൊക്കെ ചെന്ന് കൂടെ പ്രശസ്തിയും തരുന്ന ഏകരംഗം ഇതല്ലേ? സത്യം. എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്ന, നമ്മളെല്ലാവരും ബ്ലസ്ഡ് ആണ് തോന്നുന്ന ഒരു മൊമെന്റ് ആണ് കേട്ടോ ചേച്ചി. കാരണം ഈ ഒരു സംഗതിയിൽ എൻ്റെ അമ്മ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതാണ് എൻ്റെ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് 13-ാം വയസ്സിൽ ചേച്ചിക്ക് താല്പര്യമില്ലാണ്ട സിനിമയിലേക്ക് വന്നത്. അന്ന് AVM മൊത്തം ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള, പറഞ്ഞ ഒട്ടും
ഒട്ടും മത്സരിക്കാത്ത ഒരു കുട്ടി വന്നിട്ടുണ്ട് അവിടെ. ചേച്ചി ഭീഷണിപ്പെടുത്തിയിരുന്നു അല്ലേ ഡയറക്ടറിനെയൊക്കെ? എല്ലാം എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകും, അങ്ങനെയല്ലേ? കറക്റ്റ് അല്ലേ? അതെന്തായിരുന്നു ഇഷ്ടം? എന്താ ചേച്ചി പറഞ്ഞത്? അല്ല, ഞാൻ എന്നെ തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി എന്നുള്ള കൃത്യ പൈസ എന്നെ ഏൽപ്പിക്കും അമ്മ. എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാൽ, ഈ ഇഷ്ടക്കേടെന്ന് പറയുന്നത് വേറൊരു അർത്ഥത്തിലായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു അസൗകര്യം നമുക്ക് തോന്നി ആരോടും പറയരുത്, വണ്ടി കയറി വന്നു, ബാക്കിയുള്ളത് അമ്മ നോക്കിക്കോളും. ശരി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഡയറക്ടറോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എനിക്ക് ഇഷ്ടക്കേടാണെന്ന്, ഇപ്പൊ തന്നെ ഞാൻ എന്റെ വീട്ടിൽ പോകും, നാളെ രാവിലെ ഞാൻ സ്കൂളിൽ പോകും എന്ന് ഒരു 19 പടം വരെ പറയുമായിരുന്നു. അച്ഛനും അമ്മയും പാരന്റ്സിന്റെ കൺസേൺ ആണ് ഉദ്ദേശിച്ചത്. അത് അവരുടെ കൺസേൺ ആണ്. അതെനിക്ക് മനസ്സിലാവാൻ കുറെ കാലം വേണ്ടി വന്നു. പക്ഷെ ഒരു 50 പടമൊക്കെ കഴിഞ്ഞപ്പം നെടുമുടി വേണിച്ചേട്ടനെ പോലുള്ളവരൊക്കെ ഉർവശിക്ക് സ്കൂളിൽ പോകണം, വേഗം എടുത്തിട്ട് വിട്. ഷോ എന്താ പറയുന്നത്, നിങ്ങളൊന്നും പറയല്ലേ ആ കൊച്ചിനെ, വെയിലത്ത് നിർത്തല്ലേ, സ്കൂളിൽ പോക്കളയും. ഇത് കുറെ ആയി കഴിഞ്ഞപ്പം എൻ്റെ കൂടെയുള്ള സഹനടികളൊക്കെ പറയും, മിണ്ടായിരിക്കും, സ്കൂളിൻ്റെ ആരും പറയാതെ നാണക്കേട്, ആണുങ്ങൾ കളിയാക്കുന്ന കേട്ടില്ലേ. അപ്പൊ ഇത് മോശം കാര്യം. ഞാൻ വേണോന്ന് വെച്ച് പാഠപുസ്തകം കൊണ്ടുവരും, കൊണ്ടുവന്നിരുന്ന് വായിക്കും, ബൈഹാർട്ട് ചെയ്തൊക്കെ കാണിക്കും, അങ്ങനെ കാണിക്കും. പക്ഷെ അതെല്ലാം പാളിപ്പോയി എനിക്ക് എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞു, മക്കളെ ഇങ്ങനെ പറയരുത്, ഇവിടെ അല്ലാതെ വേറൊരു ജോലിക്കും ഇത് കിട്ടൂല. സ്വയം പരിചയപ്പെടുത്താതെ നമ്മളെ കണ്ട് ഓടി വന്ന ആൾക്കാർ ചിരിച്ച് സഹായം തരുന്ന, എന്ത് സഹായം വേണോന്ന് ചോദിക്കുന്ന ഒരു ജോലിയാണത്. ഇവിടെ ഒരിക്കലും തലയിൽ ഭാരം വരരുത്. അതുകൊണ്ടാണ് നിങ്ങൾ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊരു ഭാരമാണ്. കാരണം ഇത് തലയിലിരുന്നാൽ തല താന്ന് ഇങ്ങനെ തൊഴാൻ പറ്റത്തില്ല, വെയിറ്റ് അല്ലയോ. ശരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമ്മൾ ഓരോരുത്തർക്കും ഇത് വലിയൊരു പാടാണ് കേട്ടോ. കാരണം നമുക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വലിയൊരു അധ്യായം തന്നെയായിരുന്നു ചേച്ചിയുടെ ഈ ഒരു വാക്കുകൾ എന്ന് പറയുന്നത്. ചേച്ചി പുതിയ കുറേ വിശേഷങ്ങളുണ്ടല്ലോ, ഉള്ളൊഴുക്ക് അതിലൊരു വിശേഷമാണ്, അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ വിശേഷമാണ്. നമുക്ക് ആ ഒരു ചെറിയൊരു സർപ്രൈസ് ഒന്ന് റിവീൽ ചെയ്തിട്ട് ഇന്നത്തെ ഗെയിംസിലേക്കും എപ്പിസോഡിലേക്കൊക്കെ പോവാം. അത് കാണാൻ പൊടിമോള് വന്നിട്ടില്ല എന്നുള്ളത് അറിയാം, എന്നാലും ഞാൻ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തു, അതും കോമഡിക്ക് പ്രാധാന്യമുള്ളൊരു സിനിമ തന്നെയായിരുന്നു, പിടക്കോഴി കൂന്ന നൂറ്റാണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തമിഴ് പ്രൊഡക്ഷൻ തുടങ്ങാൻ പ്ലാൻ ചെയ്തു. ഹസ്ബൻഡാണ് ഡയറക്റ്റ് ചെയ്തത്. എൽ ജഗദമ്മ 7ാം ക്ലാസ് B സ്റ്റേറ്റ് ഫസ്റ്റ്. ഓഹോ, ഒരാളുടെ കംപ്ലീറ്റ് സ്റ്റോറിയുടെ ഒരു വൺ ലൈനാണ്. അപ്പോൾ ആ ഒരു സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഇൻസിഡന്റും ഒരു സംഭവം ഉണ്ട്. അതിനകത്ത് നോബിയാണ് ആ റോള് ചെയ്തത്. വേറെ കോമഡി വീട്ടിൽ വെച്ച് ഷൂട്ട് നടക്കുന്നു. അപ്പൊ ഞങ്ങള് ഷൂട്ടിലെ സമയത്ത് തറയിരിക്കുകയാണ്, ചേച്ചി അവിടെ ഇരിക്കുന്നു തിണ്ണയില്. അപ്പൊ ഞാൻ ചേച്ചിയുടെ ഇപ്പുറത്തിരിക്കണം. അപ്പം പ്രൊഡക്ഷൻ പോയി, ഇവിടെ പ്രൊഡക്ഷൻ പോയി പ്രൊഡക്ഷൻ പോയി കസാര കൊടുക്കാത്ത എന്താ ആർട്ടിസ്റ്റ് പ്രൊഡക്ഷൻ പോയി അന്നേരം പറഞ്ഞു, ഈ ചേട്ടന് പറ്റിയ കസാര അവിടെ ഇല്ലല്ലോ. അല്ല, ആർട്ടിസ്റ്റിന് പലപ്പോഴും പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മൾ വളരെയധികം ഒരുമിച്ച് ഇടപഴകുകയൊക്കെ ചെയ്ത് കഴിയുമ്പം ഫോർമാലിറ്റി മറന്നു പോകും. പിന്നെ ബാക്കി നിൽക്കുന്നവരുടെ അസൗകര്യത്തെ കുറിച്ച് നമ്മൾ കണക്കാക്കത്തില്ല. എനിക്ക് വല്ലാതെ, കാരണം കുറേ കസേരയുടെ കൊണ്ടുവന്നിട്ട് ഒരു സൈഡില് നോബിയൊക്കെ നിന്ന് ശീലിച്ചിട്ടുള്ള പോലെ അല്ല ഇത്രയും സമയമായിട്ട് നിൽക്കുന്നവര് ആർട്ടിസ്റ്റൊക്കെ ഓരോ കസേര ആ സ്പോട്ടിൽ കൊടുത്തിട്ട് ഇവർക്ക് എടുത്തോണ്ട് പോയിക്കൂടെ? വീട്ടിൽ അവരൊക്കെ എത്ര ഫേസിലേക്ക് ക്യാമറ ക്ലോസ് വെക്കുമ്പോഴേ ലൈക്ക് വർഷങ്ങൾ കഴിയുന്തോറും ആൾക്കാരുടെ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഫേസ് മീൻസ് ഏജ്ഡ് ആയിട്ടാ വരിക. പക്ഷെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ക്യൂട്ട്നെസ് ഇങ്ങനെ ഓവർലോഡഡ് ആയിട്ട് കുട്ടിത്തം ഇങ്ങനെ കൂടി വരികയെന്ന് ഞങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കോ? സമ്മതിക്കാന്ന് വെച്ചാൽ എനിക്ക് 10 വയസ്സല്ലേ ആയുള്ളൂ. എന്റെ മോന് 10 ആയില്ല, ആഘോഷത്തിലാവുന്നേ 10 ആയിട്ടുള്ളൂ. വീട്ടില് അമ്മയ്ക്കാണോ കുട്ടിത്തം, മോനാണോ കുട്ടിത്തം? അതിന് ചിമ്മിക്കാറ് ഞാനായിരിക്കും. അമ്മ മണ്ടി, അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് അവൻ എന്നോട് അറിഞ്ഞു. കേക്കട്ടെ, അവന്റെ ലീലാവിലാസങ്ങൾ കേക്കട്ടെ. അവന്റെ ലീലാവിലാസമേ പറയാനുള്ളൂ. ഇപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര സെന്റിമെന്റലായിട്ട്, ഈ ചിരിക്കുന്ന പോലെ തന്നെ കരയാൻ ഇത്ര സെക്കൻഡ് മതി. നമുക്ക് ഏജ് കൂടുന്തോറും ആ ഇമോഷൻ കൂടിയിട്ട് സന്തോഷം വരുമ്പോഴും കണ്ണു നിറയും, സങ്കടം വരുമ്പോഴും കമ്പ്. അപ്പൊ ഞാൻ സിനിമ ഒക്കെ കണ്ടിട്ട് ചേച്ചിക്കുള്ളതെല്ലാം നിനക്കുണ്ടോ? പെണ്ണെ പരാതി പറഞ്ഞ് കരയുന്ന കാര്യമല്ല. ഇതാ കുട്ടിത്തം. അതേപോലെ പ്രായം നോക്കാതെ അതങ്ങനെയുള്ള പറയാതെ അവള് കൊച്ചു പെണ്ണ് തന്നെ പോചറക്കെ അവിടുന്ന്. കൊച്ചു പെണ്ണാണെങ്കിൽ മുറുക്കാൻ തന്നെ ചേച്ചി. സത്യം. പല്ലിലിട്ടോ ചേച്ചി ഇപ്പൊ അവക്കടെ വാ തുറന്നു നോക്കിയാൽ ഇത്ര നീളൊരു വടക്കം പോലെ ഞെട്ട് കിട്ടും. ചേച്ചി ഇതൊന്നും വിശ്വസിക്കില്ല. എന്നെ കണ്ടിട്ട് ചേച്ചിക്ക് എന്താ തോന്നുന്നത് എന്ന് പറഞ്ഞേ. ഒറ്റ അടി അടിക്കാം. ചുണ്ണാമ്പണ്ടാ നോക്കട്ടെ. ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വിരൽ മണം നോക്കേ. ദിനേശ് വീടിയുടെ മണം ഇല്ലെങ്കിൽ എന്നെ തല്ലിക്കോ. ശരി,
ചേച്ചി പറയൂ ചേച്ചി. മോന് അവനെന്താ അറിയോ, ഞാൻ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം സങ്കടമുള്ള സീൻ വരുമ്പം എനിക്ക് കണ്ണു നിറയും. കണ്ണു നിറയുമ്പോൾ ഞാൻ ഇവൻ കാണാതെ നോക്കും. കാരണം ആരെങ്കിലും വന്നിരിക്കുമ്പോൾ ഉടനെ ആദ്യം ഇവൻ പറയും, അമ്മ നേരത്തെ കരഞ്ഞ്, ഇങ്ങനെ ഒരു പടം കണ്ടപ്പോൾ അമ്മ കരയുന്ന ഈ മണ്ടി അമ്മ എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് കൈ എൻ്റെ എടുത്ത് നോക്കും. അമ്മ നീ കരയല്ലേ അമ്മ, നീ എന്ന് പറയാൻ തമിഴ്നാട്ടിലായാണ് അങ്ങനെ നീ കരയുന്നമ്മ, നീ കരയുന്നു. ഞാൻ പറയും ഇനി വരുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ടെൻഷൻ. വളരെ ഗൗരവത്തിൽ കഥ പറയാൻ വന്നിരിക്കുന്നിടത്ത് അങ്കിളെ ഈ അമ്മ കരഞ്ഞ കേട്ടാ കുറച്ചു മുമ്പ്. അപ്പൊ എനിക്ക് വല്ലാതിരിക്കും. അവരെ ആദ്യം പരിചയപ്പെടുന്നവരായി വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങാണോ എന്തിനാ ചേച്ചി കരഞ്ഞേ, ഇയാള് വന്നതിന്റെ പ്രമാണിച്ചു വല്ലതും കരഞ്ഞാന്നൊന്നും ഒരു സംശയം. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, ഉമ്മാനൊക്കെ ഇങ്ങനെ കരഞ്ഞ പറഞ്ഞ ഞാൻ കാണിച്ചല്ല. സിനിമയിൽ ആ ഒരു സീൻ, ഒരു ആന്റി താഴെ ചാടി വരുന്ന സീൻ വന്നപ്പോ അമ്മ കരഞ്ഞ് കണ്ണീരൊക്കെ ഇവിടെ ആയി. അപ്പൊ ഞാനിപ്പോ എന്താ എനിക്ക് ഇവന്റെ കൂടെ ഇരുന്ന് സിനിമ കാണുമ്പോ എനിക്ക് ടെൻഷനാണ്. അത് കാരണം കാണണ്ട ഇങ്ങനെയൊക്കെ ആക്കി വെക്കും ഞാന്. ചുമച്ചോണ്ട് വെളിയിലോട്ട് ഇറങ്ങും. അച്ഛൻകുട്ടിയാണോ അമ്മക്കുട്ടിയാണോ കൂടുതൽ? രണ്ടും ഉണ്ട്. സമയോചിതമായിട്ട് പെരുമാറാൻ അറിയാം. കരച്ചിലെന്ന് പറഞ്ഞപ്പോഴാണ്, ആ കരച്ചിലിന് ഓരോ കരച്ചിലിനും ഒരു അർത്ഥമുണ്ട്. ഒരു നാഷണൽ അവാർഡ് വിന്നറും കൂടെയാണ് ഇന്ന് സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ നിൽക്കുന്നതിന് അഭിമാനത്തോടുകൂടി പറയൂട്ടോ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്റെ പ്രേക്ഷകരും എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ, ഏറ്റവും കൂടുതൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു പ്രശംസ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്ന് ആ കിട്ടുന്ന സന്തോഷത്തിൽ അതീതമായിട്ടൊന്നും എന്നെ അട്രാക്ട് ചെയ്തിട്ടില്ല. അവാർഡ് പ്രതീക്ഷിച്ചില്ല ഞാൻ. ചേച്ചി എപ്പോഴും വേറിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ആരെങ്കിലും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്താൽ നമ്മളതിൽ സന്തോഷിക്കും. എന്ത് ടൈറ്റിൽ കൊടുത്താലും എനിക്ക് ടൈറ്റിലുകളൊന്നും വേണ്ട. ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ കോമ്പി ചെയ്തിട്ടല്ല, ഐ ആം എ ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ടൈറ്റിൽ എപ്പോഴും പറയാറുണ്ട്. കുറേ ക്യാരക്ടേഴ്സ് തന്ന് എനിക്ക് വേണ്ടി ക്യാരക്ടേഴ്സ് ബിൽഡപ്പ് ചെയ്ത് എന്നെ ഡെവലപ്പ് ചെയ്തോളാൻ പറഞ്ഞ സ്വാതന്ത്ര്യവും തന്ന അവരില്ലെങ്കിൽ പിന്നെ ആ ക്യാരക്ടറിലൂടെയല്ലേ എന്നെ അറിഞ്ഞത്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചോ. ഇപ്പം നിങ്ങൾക്കൊക്കെ സ്വയം അഭിമാനിക്കാൻ, നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ സ്റ്റേജിൽ കൊണ്ടുവന്ന് കാണിച്ച് നേരിട്ട് പ്രശംസ വാങ്ങിയവരാണ്. അങ്ങനെ പോലും പറയാൻ എനിക്ക് അവകാശമില്ല. അപ്പം ഇവരെ ഒക്കെ ആ കാര്യത്തിൽ ഞാൻ ജൂനിയറാണ്. ഉർവശി ചേച്ചിയെ പോലെ ഉർവശി ചേച്ചി മാത്രമേ ഉള്ളൂ. നോബഡി ക്യാൻ റീപ്ലേസ് എന്നുള്ളൊരു കാര്യം ഞങ്ങൾ പറയും. അതിന് ഈ ഒരു കൈഡ് പോരാ, ഒരു വലിയ കൈഡ് തന്നെ വേണം. മറ്റൊരു കാര്യം കൂടെ പറയണം. സാധാരണ ആൾക്കാർ ശപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാ. പക്ഷെ ഈ ലോകത്ത് ശാപം ഉപകാരമായിട്ടുള്ളത് ഉർവശി ചേച്ചി ശപിച്ചാലോ. നമ്മൾ പറയും ഉർവശി ശാപം അതെങ്ങനെയുണ്ട്? അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 3 ദിവസം ഇരുന്ന് പഠിച്ചല്ല ഇത്. ഇതിലൊക്കെ എന്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യ. പിന്നെ പേയ്മെന്റ് വാങ്ങുന്നതാ. നമ്മൾ വെറുതെ കൈയും കെട്ടി നിന്നാ പോരാ, ഡയലോഗ് അടിക്കണം. ഇവിടെ ഇല്ല, ഞാൻ ആങ്കർ ചെയ്യാം. സ്റ്റാർ മാജിക്കിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു യാത്ര പോവാം. എവിടെ പറഞ്ഞില്ലേ, വീട്ടിൽ പറയണം. അമ്മച്ചിയുടെ അടുത്താണോ? അമ്മച്ചിയുടെ അടുത്തും പറയണം. അല്ല, ലക്ഷ്മിക്ക് യാത്ര പോകാം. കാരണം ലക്ഷ്മി പച്ച പിടിച്ചിരിക്കുകയാണ്. അതെ അതെ മാത്രമേ പച്ച പിടിച്ചിട്ടുള്ളൂ. കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുമ്പോ ഒരു പ്രധാന പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലെടുക്കാൻ എടുക്കാം. ഒരു ഫുള്ളും ഗ്ലാസും വെള്ളവും പറഞ്ഞു തരാം. ആ സ്ഥലത്തേക്ക് പോകുമ്പോ ഈ പ്രോപ്പർട്ടി എടുക്കണം. നമ്മൾ പോവാൻ പോണ സ്ഥലത്തിന്റെ പേരും ഗെയിമില് പറയാം. സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം, and that is Bucketo Fucketo. ഫുക്കറ്റോ. ഒരു ടീമിൽ നിന്ന് ടോട്ടൽ 6 പേര് ഗെയിം കളിക്കാൻ വരണം. അതിൽ 4 പേർക്ക് ഫുക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം യന്ത്രം അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ കയറിയിരിക്കുക. അതിൽ കയറിയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പ്രവർത്തിച്ചോളും. നിങ്ങളുടെ കയ്യിൽ ലൈക്ക് ബക്കറ്റ് ഉണ്ടായിരിക്കും. ലൈക്ക് മുകളിൽ കയറിയിരിക്കുക. ഏറ്റവും ആദ്യത്തെ ആള്, അതായത് അറ്റത്തെ 2 പീപ്പിൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ആള് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടബ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം കോരുന്നു. ലൈക്ക് കിണറിൽ നിന്ന് കോരിയിട്ട് ആദ്യത്തെ ആൾക്ക് ആ ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെയാണ് നമ്മൾ ഹോളി അങ്ങോട്ട് കളിച്ചങ്ങോട്ട് തുടങ്ങും. അടുത്ത ആൾക്ക് നമ്മൾ ബക്കറ്റ് പാസ് ചെയ്യല്ല വേണ്ടേ, എറിഞ്ഞു കൊടുക്കണം. എത്രത്തോളം ആ വെള്ളം അടുത്ത ആൾക്ക് ആ എറിയിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും അത്രയും കളക്ട് ചെയ്യുക. വീണ്ടും പാസ് ചെയ്ത് ലാസ്റ്റുള്ള ആള് അത് അവിടെ വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിൽ കളക്ട് ചെയ്തതിന് ശേഷം അവിടെയുള്ള ബീക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, റെഡി? അപ്പൊ 4 പേര് ഫുക്കറ്റിലേക്ക് പോവാൻ ബക്കറ്റുമായിട്ട് റെഡി ആയിക്കോളൂ. ബിൻചേട്ടാ, അലർട്ടായിരിക്കണം. വെള്ളം മുക്കാൻ നേരത്ത് വെള്ളത്തിനകത്ത് ചേട്ടന്റെ മുഖം പതിയും. അത് കണ്ട് പേടിക്കരുതാ. ദുരന്തമുഖത്ത് സുമേഷ്. പിന്നെ ആരുടെ ഫ്ലവേഴ്സ് ടിവിയിൽ എടുത്തേ? നിങ്ങളെ അടുത്ത ആൾക്കാർ തന്നെ. ശരി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. എല്ലാവരും ഡയന കയറി കഴിഞ്ഞു. ഗുഡ് ജോബ്. കണ്ടോ, ഇനി ദേവികുട്ടി കയറുന്നു. അടുത്തത് അനുമോൾ കുട്ടി കയറുന്നു. പിന്നെ ഷിയാസ് കരീം. നല്ല മാച്ച്. ഞങ്ങളുടെ ടീമിലെ സെലിബ്രിറ്റി കളിക്കണം. സെലിബ്രിറ്റീസ് 2 സെലിബ്രിറ്റിയാ. ആരത്?
ഒന്ന് സൂസു ഫെയിം, ഒന്ന് ഒരു കസേരയിൽ ഇരിക്കാൻ ആഗ്രഹമുള്ള സെലിബ്രിറ്റി. അനു ആ രണ്ട് പെങ്കൊച്ചുങ്ങൾ മര്യാദയ്ക്ക് നിൽക്കുകയല്ലേ അനു? എന്തിനാ കാണിക്കാനാണ് ഈ കുട്ടിത്തം? അവൾ ഇത്രയും നേരം കയറി അരമണിക്കൂർ ഇരുന്നത് അവിടെ. ക്യാമറ ഓൺ ആയപ്പോ പരിപാടി പൊളിഞ്ഞു ഇറങ്ങി ഓടുന്നു. അത് അങ്ങനെ കറക്റ്റ് ഇട്ടാന്ന് പൊളിക്കും, തകർത്ത് എന്തെങ്കിലും ഒരു കാരണം സൂചി ഓടിക്കും. അനു കമോൺ, പാന്റ് ഇട്ടിട്ടുള്ള ആവേശത്തില് ചാടി കയറിക്കോ. എടി ക്യാമറ ഓൺ ആയിട്ടില്ലെന്ന് കുട്ടിത്തം കാണിക്കാൻ. അനുവിനെ ടേപ്പടിച്ച് വെക്കാൻ പറ്റുമോ അത്? അനു ഒരു സെക്കൻഡ് അങ്ങനെ തന്നെ. ഇനി ഫ്രണ്ടിലേക്ക് നിനക്കൊരു ഐഡിയ ഇല്ലടി? സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ബക്കറ്റോ ഫുക്കറ്റോ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ആരുടെയൊക്കെ ബക്കറ്റ് പോവും, ആരൊക്കെ ഫുക്കറ്റിലെത്തും. ഇപ്പൊ കാണാം കേട്ടോ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അനു വെള്ളം മേടിക്ക്, നമുക്ക് കുടിവെള്ള പദ്ധതി തന്നതാണ് അവിടുന്ന്. ഇവിടെ ഗ്ലാസ്സിൽ തികയില്ല. ഇതെന്താ അമ്പലത്തിലെ പൂജാരി തീർത്തൊഴുക്കി? അയ്യോ, ഇത് നേരം വെളുത്താലും വീട്ടിൽ പോകില്ലെന്നുള്ള നഗ്നസത്യം അറിയിച്ചുകൊണ്ട് വീണ്ടും തുടരുന്നു. അനു നിന്റെ ഒരുപാട് തുമ്മും എന്നുള്ള നഗ്നസത്യവും ഞാൻ അറിയിക്കുന്നു. അത് നല്ലതാട്ടോ, നല്ല ഐഡിയ അത്. ഇത് വീട്ടിലേക്ക് വിളിച്ചു പറയാം, നാളെ തന്നെ വരുമോ? അനുവിന് ലോറി ഓടിക്കണ ലൈസൻസ് കിട്ടും, സ്റ്റിയറിംഗ് ബാലൻസ് ആവും. വെരി ഗുഡ്. ഇനി അവക്കടെ ഹാസ്യാണ് കാണാനുള്ളത്. അത് മൊത്തം കൂടെ അവന്റെ മുഖത്തേക്ക് ഒഴിക്കും. ആദ്യത്തെ സംഭാവന ഒരു ടെണ്ണമ്മൽ കിട്ടിയിട്ടുണ്ട്. എറിയണം. ഒഴിക്കലില്ല. ഡയനോടെ ഒട്ടിയിരിക്കണോ? ഡയനോടെ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഭയങ്കര ഫീറ്റിംഗ് ഒക്കെ. ചായക്കടക്കാരൻ ചായ അടിക്കുന്ന ലാഘവത്തോടെ. അതെ, അത് ആ കളി അങ്ങനെ കളിക്കുക. അത് കണ്ട അനു വേങ്കരു അടിപൊളി, അത്രയും കിട്ടി. വെരി ഗുഡ്. അത് അങ്ങനെ തന്നെ അനു സ്വീകരിക്കുന്നു. അനുവിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഞാനിങ്ങനെ ബാറും തുറക്കണം നോക്കി ഇങ്ങനെ ഗ്ലാസ്സുമായിട്ട് നിൽക്കാന്നല്ലാണ്ട്. ഈ ഡയാന ഒഴിക്കണ കണ്ടോ? കുറച്ച് ഒഴിക്കും. ഇതുപോലെ രണ്ടെണ്ണം കിട്ടി എപ്പോ തന്നെ പൂസാവും. വെരി ഗുഡ് ഡയാന. കൂടെ അനു ഇതിനുണ്ട്, നീ മാത്രം വീഴണേ. അത് മാക്സിമം ഭാരം താഴേക്ക് കൊടുക്കും. അത് തന്നെ സാധനം, അത് തന്നെ. പക്ഷെ ചീറ്റിപ്പോയി.
എടാ ഇത് കൂടുതലുണ്ട്, കളയരുത്. അത് തന്നെ സാധനം. ഡയാനയ്ക്ക് അങ്ങനെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടാകാം. അതെ, അത് തന്നെ സാധനം. കുട്ടിത്തത്തിന്റെ പര്യായം. അതെ, ആ കുഞ്ചാക്കോവന്റെ പടത്തിലെ വിളി ചെയ്യേണ്ട വേഷം എന്നാ ജോമോളി ചെയ്തത്. 17 വയസ്സുള്ള ഒരു കൊച്ച് മര്യാദയ്ക്ക് ഇരിക്കുമ്പോഴാണ് 38 വയസ്സുള്ള ഒരു കിടന്ന് കുട്ടിത്തം കാണിക്കുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് ഫോക്കസിങ്ങും അവളിലേക്ക് വേണം. അതാണ് അവളീ കാണിച്ചു കൊടുക്കുന്നത്. വെട്ടി കണ്ടിച്ച് കൊടുക്കുമ്പോ ഒന്നും കാണിക്കില്ല, ബക്കറ്റും വെള്ളവും മാത്രമേ കാണിക്കുള്ളൂ, മുഖം പോലും കാണിക്കില്ല. ഓ, കോവളത്തെ ബീച്ചിൽ മദാമ കിടക്കും പോലെ കിടക്കുന്നത് കാര്യമല്ല. അയ്യോ, പായം തലേണം കിട്ടുമോ? ഒരു കാര്യം ചെയ്യാം, അനു ഇപ്പുറത്തേക്കും ദേവി ഇപ്പുറത്തേക്കും വരട്ടെ. എന്തെങ്കിലും മാറ്റം വരുമോ നോക്കാം ഗെയിമിൽ. ദേവിക്ക് അതിലിരിക്കാൻ പറ്റുണ്ടോ? ഒരു മാറ്റം ഉണ്ടാവില്ല. അനുവിന്റെ പ്രശ്നമാണോ എന്നുള്ളത് ഇപ്പൊ അറിയാലോ. അവൾ നിറച്ചൊഴിക്കാൻ പറഞ്ഞിട്ട് അവള് ഒഴിപ്പിച്ചേക്കണ എന്നെ കൊണ്ട്. ഇത് വെള്ളം കളയരുത്, വെള്ളം കളയരുത്. നിന്നോട് പറഞ്ഞാണോ? ആ, ഇതിപ്പോ എന്നെ കാണിക്കാൻ പോയത്. വേഗം അനു, ടൈം. പട്ടിക്കുള്ള തെങ്ങിട്ടേ പോലെ. അതെങ്ങനെ ഒഴിക്കും ഒറ്റ കൈ കൊണ്ട്? വായിൽ കുടിച്ചിട്ട് തുപ്പി. അയ്യോ, എവിടെ നിർത്തിയിട്ടും കാര്യമില്ല. സാധനം തീരാറായിരുന്നു. എത്രയും പെട്ടെന്ന് നമ്മൾ നിറയ്ക്കുന്ന ടൈമിംഗ് ആണ്, ടൈമിംഗ്. ഓ നൈസ്. അയ്യോ, ഗെയിം ഇസ് ഓവർ. എത്ര മില്ലിഗ്രാം വെള്ളം? 3 പെഗ്ഗുന്നു. ഓക്കെ, നെക്സ്റ്റ് ടീമിന് ഒരു 10 മിനിറ്റ്സ് ടൈമാണ് നമ്മൾ അനുവദിക്കാൻ പോണേ. ഈ 10 മിനിറ്റ്സിനുള്ളിൽ എത്രത്തോളം വാട്ടർ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും? ഇതിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും. ദാറ്റ്സ് എ സിമ്പിൾ ടാസ്ക്. ഓക്കെ, കമോൺ. ഓപ്പോസിറ്റ് ടീം ഗെയിം കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അങ്ങനത്തെ പരിപാടി ഇല്ല കേട്ടോ, എറിയണം. അത്ര ഒഴിച്ചാ അപ്പ തന്നെ ഉല്ലാസം കുടിക്കും. ഓ, അജൂബ് ഷാ, ബ്രില്യന്റ്. കുറച്ചൊഴിച്ചാ മതി. ഹലോ. വെരി ഗുഡ്. ആ, അത് തന്നെ എന്ന് കരുതി അത്രയും വെള്ളം വേണ്ട. അവൻ പിന്നെ ഉള്ളതുകൊണ്ട്. വെരി ഗുഡ്. അജബ് ഷാ. അയ്യോ, അയ്യടി മനമേ. 10 മിനിറ്റ് സമയത്തിനകം ഞങ്ങളിൽ കൂടുതൽ ഒഴിച്ചാൽ മാത്രമേ നിങ്ങൾ വിജയിക്കൂ. ശ്രീവിദ്യ ഉഗ്രൻ. ശ്രീവിദ്യ ഉഗ്രൻ. അനുവിനേക്കാൾ കൂടുതൽ കുട്ടിത്തം കാണിക്കുന്നു ശ്രീവിദ്യ. ചില്ലുമുള്ളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നല്ലേ, നിങ്ങൾ തെന്നല്ലേ. എറിയ ഐഷു, അറിയ. ആ, അത് തന്നെ. ശ്രീവിദ്യ, നീ അറിയ. തന്നെ പശുവിനൊന്നും കൊടുക്കുന്നില്ലേ? തീരെ കുറവാണല്ലോ. സമയം 10 മിനിറ്റ്സ് തീരാറായിരിക്കുകയാണ്. ഒന്ന് ആഞ്ഞു പിടിക്കണം. ഏകദേശം അടുത്തെത്തി തുടങ്ങി. അജും എന്റെ പൊന്ന അജു, അജും പോണു. വെരി ഗുഡ്.
അജൂബ് ഷയുടെ ടീം, അതായത് ഉല്ലാസേട്ടന്റെ ടീം ജയിച്ചിരിക്കുകയാണ്. അവര് കൂടുതൽ സ്കോർ ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഈ ഫുക്കറ്റോ പക്കറ്റോ എന്നുള്ള ഗെയിം കഴിയുമ്പോൾ അതിൽ ജയിച്ചിട്ടുള്ളത് ഉല്ലാസ് പന്തളം ആൻഡ്